സ്വാഗതം. മൈക്രോ പ്രോസസർ സയന്റിഫിക് ഓഫീസറിലെ പുതിയ മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈക്രോ പ്രോസസർ ആണ്. ഓക്കെ. മൈക്രോ പ്രോസസറിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളാണ് വളരെ നീറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈക്രോ പ്രോസസർ. നമുക്ക് ഒരുപാട് ഇങ്ങനെ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ആയ കാര്യങ്ങളൊന്നും അല്ല. കുറച്ച് മെഷീൻസ്, കുറച്ച് അതിന്റെ പാർട്സ്, പിന്നെ അതിന്റെ വർക്കിംഗ്, കുറച്ച് പിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ പ്രോസസറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ മൈക്രോ പ്രോസസർ ഈസ് എ മൾട്ടി പർപ്പസ് പ്രോഗ്രാമബിൾ ക്ലോക്ക് ഡ്രിവൺ രജിസ്റ്റർ ബേസ്ഡ് ഇലക്ട്രോണിക് ഡിവൈസ് that reads binary instructions from a storage device called memory, accept binary data as input and processor data according to those instructions and provides result as output. ഇതില് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഓക്കെ. മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഓക്കെ. ഇതില് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഓക്കെ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മൈക്രോ പ്രോസസറിന് എങ്ങനെയാണ് വായിക്കാൻ പറ്റുക? ബൈനറി ആയിട്ടാണ് വായിക്കാൻ പറ്റുക. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ മൈക്രോ പ്രോസസറിന് കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അതിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിൽ, അതായത് ബൈനറി ലാംഗ്വേജിലേക്കായിട്ട് അത് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ നമുക്കറിയുന്ന ഹ്യൂമൻ വേർഡ്സ് മെഷീൻ ലാംഗ്വേജിലാവുമ്പോൾ അതെന്ത് സംഭവിക്കും? ബൈനറി ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് മാറുക. ബൈനറി ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് അറിയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് 1, 0 ഈ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ബൈനറി ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. 1, 0, 1, 1 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ. ഏതെങ്കിലും ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാ? 1, 0, 1, 1 ഒരു നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ 1, 0, 0, 1 ഇത് മറ്റൊരു നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നു. അല്ലാതെ കമ്പ്യൂട്ടറിൽ ഒരിക്കലും 1, 2, 3, 4, 5, 6 അങ്ങനെ കോഡ് ചെയ്യാൻ പറ്റില്ല. അത് ഡീകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജിലേക്കായിട്ട് മാറ്റും. ഓക്കെ. അപ്പൊ കമ്പ്യൂട്ടറിൽ നമുക്ക് മൈക്രോ പ്രോസസറിലുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ അത് എന്ത് ഇൻസ്ട്രക്ഷൻ ആയിട്ട് മാറ്റും? ബൈനറി ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മാറ്റും. ഓക്കെ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒരു പെർട്ടിക്കുലർ മെമ്മറിയിൽ വെക്കും. അതിനെ എന്ത് ചെയ്യും? ബൈനറി ഡാറ്റ അല്ലെങ്കിൽ ബൈനറി ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഇൻപുട്ട് ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ആ ഡാറ്റയെ പ്രോസസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് റിസൾട്ട് ആയിട്ട് കിട്ടും. ഓക്കെ. സോ മൈക്രോ പ്രോസസർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ആ ഇലക്ട്രോണിക് ഡിവൈസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഏത് രീതിയിലാണ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്? ബൈനറി ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ ബൈനറി ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ആ ഡാറ്റ പ്രോസസ് ചെയ്യും. അതിന് തിരിച്ച് ഹ്യൂമൻ ലാംഗ്വേജിൽ, നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ അത് ഔട്ട്പുട്ട് ആയിട്ട് തരും. ഇതാണ് മൈക്രോ പ്രോസസറിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഇനി the microprocessor communicates and generates in the binary numbers. Binary numbers ന്റെ ലാംഗ്വേജിലാണ് ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മൈക്രോ പ്രോസസർ. ഇവിടെ MP എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോ പ്രോസസർ ആണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ജനറേറ്റ് ചെയ്യുന്നതും ബൈനറി നമ്പേഴ്സിന്റെ ലാംഗ്വേജിലാണ്. 0, 1ന്റെ ഡിഫറെന്റ് കോമ്പിനേഷനിലാണ് എന്ത് ചെയ്യുന്നത്? ബൈനറി നമ്പേഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യുന്നത്. അടുത്തത്, each microprocessor has a fixed set of instructions in the form of binary pattern called machine language. മൈക്രോപ്രോസസറിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, മൈക്രോപ്രോസസറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് എന്ത്? മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ. The binary instructions are given abbreviated names called mnemonics, which forms assembly language for a given microprocessor. ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. അതായത് 1, 2, 3 ഇതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്. അതാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെഷീൻ മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് എന്ത്? ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അവിടെ ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് അത് മെഷീൻ ലാംഗ്വേജ് ആണ്. മെഷീൻ ലാംഗ്വേജിലുള്ളത് ബൈനറി നമ്പേഴ്സ് ആണ്. നമുക്ക്
മനസ്സിലാവുന്നതാണ് എന്തെന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, മെഷീൻ ലാംഗ്വേജ് അത് ഡീകോഡ് ചെയ്യും, അവർ ഡാറ്റ പ്രോസസ് ചെയ്യും, തിരിച്ച് നമുക്ക് എന്ത് ചെയ്യും അസംബ്ലി ലാംഗ്വേജിൽ തന്നെ ഡീകോഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് തരും. അടുത്തത് ഇനി നമ്മൾ മൈക്രോ പ്രൊസസ്സറിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ 1 0 എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ എന്താണ് സിംഗിൾ ഡിജിറ്റ്സ് ആണ്. അപ്പോൾ ഒറ്റ ഡിജിറ്റിന് പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബിറ്റ് എന്ന് പറയുന്നത്. ബിറ്റിൽ എത്രയുണ്ടാവുക 0 1 ആണ് എന്തെന്ന് പറയുന്നത് ഒറ്റ ഡിജിറ്റ് മാത്രമുള്ള ബൈനറി നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ബിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നിബിൾ. നിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡിജിറ്റ് വരുന്ന ബൈനറി നമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ നിബിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 1011 1000 ഇതൊക്കെ എന്താണ് നിബിൾ ആണ്. അവിടെ എന്തുണ്ട് 4 ഡിജിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 4 ബിറ്റുകൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു നിബിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബൈറ്റ് ആണ്. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റുകൾ ചേർന്നതാണ്. 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 1010 1111 ഇതെന്താണ് ഒരു ബൈറ്റ് ആണ്. ഇവിടെ എന്തുണ്ട് 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ് എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ 2 നിബിൾ ചേർന്നതാണ് ഒരു ബൈറ്റ് എന്നും പറയാം. അടുത്തത് ഡബിൾ വേർഡ്. ഡബിൾ വേർഡ് എന്ന് വെച്ചാൽ ഓക്കെ ബൈറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് വേർഡ് ആണ്. വേർഡ് എന്ന് പറയുന്നത് 2 ബൈറ്റ് ചേർന്നതാണ്, അതായത് 16 ബിറ്റുകൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മൈക്രോ പ്രൊസസ്സറിൽ യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് ആണ്, ചില ടെക്നിക്കൽ വേർഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അതില് വേർഡ് എന്ന് പറയുന്നത് എന്താ 16 ബിറ്റ് ആണ്, 16 ബിറ്റിനെയാണ് നമ്മൾ വേർഡ് എന്ന് പറയുന്നത്. ഇനി ഡബിൾ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡബിൾ വേർഡ്, അപ്പൊ ഇവിടെ 32 ബിറ്റ് ഉണ്ടാവും. എത്ര ബിറ്റ് ഉണ്ടാവും 32 ബിറ്റ് അടങ്ങുന്നതാണ് ഡബിൾ വേർഡ് എന്ന് പറയുന്നത്. അടുത്തത് മൾട്ടിപ്പിൾ വേർഡ് ആണ്. മൾട്ടിപ്പിൾ വേർഡില് 64 122 അതായത് ലാർജ് നമ്പർ ഓഫ് ബിറ്റ് അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വേർഡ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ബിറ്റ് ചേർന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് വേർഡ്സ് ചേർന്നതാണ് മൾട്ടിപ്പിൾ വേർഡ് എന്ന് പറയുന്നത്. 64 128 അത്രയും നമ്പർ ഓഫ് ബിറ്റ്സ് എന്തിലുണ്ടാവും മൾട്ടിപ്പിൾ വേർഡ്സിൽ ഉണ്ടാവും. അടുത്തത് അഡ്രസ്. ഇറ്റ് ഈസ് ആൻ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇൻ ബൈനറി ഫോർ മെമ്മറി ലൊക്കേഷൻ. നമ്മളുടെ ഒരു ബൈനറി നമ്പറിന്റെ മെമ്മറി ലൊക്കേഷന് വേണ്ടിയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത് അഡ്രസ് എന്ന് പറയുന്നത്. അടുത്തത് ബസ്. ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കണക്ടിങ് ലൈൻസ് ദാറ്റ് കാരീസ് ഡാറ്റ അഡ്രസ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ്. അതായത് ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാർട്സിനെ കണക്ട് ചെയ്യുന്ന ലൈൻസ് അല്ലെങ്കിൽ വയേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് വയേഴ്സിനെയാണ് നമ്മൾ എന്തോ പറയുന്നത് ബസ് എന്ന് പറയുന്നത്. സിസ്റ്റം ബസ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് നമ്മളുടെ മൈക്രോ പ്രൊസസ്സറിൽ ഇൻസൈഡ് നമ്മൾ കുറച്ച് മൈക്രോ പ്രോസസറിനെ മറ്റ് എക്സ്റ്റേണൽ ഇൻപുട്ട് ഔട്ട്പുട്ടുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന വയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ബസ് അല്ലെങ്കിൽ സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൈക്രോ പ്രോസസറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ മൈക്രോ പ്രോസസറിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതില് മൈക്രോ പ്രോസസറിലുള്ള പാർട്സ് ഏതൊക്കെയാണ് നോക്കിയേ. മൈക്രോ പ്രോസസറിലുള്ള പാർട്സ് ഏതൊക്കെയാ പാർട്സ് മൈക്രോ പ്രോസസറിലെ? ഹലോ ദേവദത്ത പോയാ? ഹലോ ഹലോ മൈക്രോ പ്രോസസറിലെ പാർട്സ് ഒന്ന് പറയോ? മൈക്രോ പ്രോസസറിലെ പാർട്സ് 3 പാർട്സ് ഉള്ളതാണ് നമ്മുടെ മൈക്രോ പ്രോസസർ. ഏതൊക്കെയാണ് പാർട്സ്? രജിസ്റ്റർ അറേ, ALU, കൺട്രോളർ,
കൺട്രോൾ. ALU. ഓക്കെ, അപ്പോ നമുക്ക് ALU ഉണ്ട്. ALU എന്ന് വെച്ചാൽ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അടുത്തത് രജിസ്റ്റർ അറേ ആണ്. അടുത്തത് കൺട്രോൾ ആണ്. ഓക്കെ, ഈ 3 പാർട്സും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസറിനെ ഔട്ട്പുട്ടിലേക്കും മെമ്മറിയിലേക്കും കണക്ട് ചെയ്യുന്ന ആളാണ് ആര്? സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. സിസ്റ്റം ബസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വയേഴ്സ് ആണ്. ഔട്ട്പുട്ടിലേക്കും മെമ്മറിയിലേക്കും എന്ത് ചെയ്യണം? മൈക്രോ പ്രോസസറിനെ കണക്ട് ചെയ്യുന്ന ആളാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോ പ്രോസസറിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റർ അറേ, കൺട്രോൾ. ഈ 3 പാർട്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഈ സിസ്റ്റത്തില് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും അതുപോലെ മെമ്മറിയും സിസ്റ്റം ബസ്സും കൂടെ ആഡ് ഓൺ ചെയ്താൽ നമ്മൾ അതിനെ വിളിക്കും മൈക്രോ കൺട്രോളർ. ഓക്കെ, മൈക്രോ കൺട്രോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൈക്രോ പ്രോസസർ വരും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വരും, സിസ്റ്റം ബസ് വരും, മെമ്മറിയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എന്ത്? മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസറും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. അതിന്റെ പാർട്സ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. മൈക്രോ പ്രോസസറിൽ വരുന്ന പാർട്സ് ആണ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റർ അറേ, കൺട്രോൾ. മൈക്രോ പ്രോസസറിന്റെ കൂടെ സിസ്റ്റം ബസ്സും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറിയും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് മൈക്രോ കൺട്രോളർ. കംപ്ലീറ്റ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് ഡിവൈസിനെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെയും മെമ്മറിയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ ലൈനിനെ, ഒരു സിസ്റ്റം ഓഫ് വയേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം ബസ് എന്നുള്ളത്. ഓക്കെ, പാർട്സ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ മെമ്മറിയില് നമുക്ക് എന്ത് മെമ്മറി ഉണ്ട്? റോം മെമ്മറി ഉണ്ട്, റാം മെമ്മറി ഉണ്ട്. അതായത് റീഡ് ഓൺലി മെമ്മറി, റാൻഡം. യെസ്. ഓക്കെ, അപ്പൊ ഈ 2 ടൈപ്പ് എന്താണ്? ഓക്കെ, ഇനി നമുക്ക് മൈക്രോ പ്രോസസറിന്റെ ഓരോ പാർട്സുകളായിട്ട് നമുക്ക് നോക്കാം. Microprocessor is a semiconductor device consisting of electronic logic circuit. ഇവിടെ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഓക്കെ, മൈക്രോ പ്രോസസർ എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അതിൽ എന്തുണ്ട്? ഇലക്ട്രോണിക് ലോജിക് സർക്യൂട്ടുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് നമ്മൾ പറഞ്ഞു. അവിടെ എന്താണ്? കുറച്ച് ലോജിക് സർക്യൂട്ട്സ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ പ്രോസസർ ഈസ് കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് വേരിയസ് കമ്പ്യൂട്ടിംഗ് ഫങ്ഷൻസ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ് ടു ചേഞ്ച് ദ സീക്വൻസ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഇവിടെ മൈക്രോ പ്രോസസർ എന്തിനാ ഉപയോഗിക്കുന്നത്? അതിന് ഡിഫറെന്റ് ലെവൽ ഓഫ് കമ്പ്യൂട്ടിംഗ് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് അത് എന്ത് ചെയ്യും? കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം പ്രോസസ് ചെയ്യും, വർക്ക് ചെയ്യും. ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ് ടു ചേഞ്ച് ദ സീക്വൻസ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. അപ്പൊ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് സീക്വൻഷ്യൽ ആയിട്ട് ആ പ്രോഗ്രാം എക്സിക്യൂഷൻ നടത്തുന്നതാണ് എന്ത്? മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോപ്രോസസർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സെഗ്മെന്റ്സ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഓപ്ഷനിൽ വരാം. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റർ അറേ ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഇനി അതിന്റെ കൂടെ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, സിസ്റ്റം ബസ്, കൺട്രോൾ യൂണിറ്റ്, അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മൈക്രോ പ്രോസസറിന്റെ പാർട്സ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോ ക്ലിയർ കട്ടായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കുക. മൈക്രോ പ്രോസസറിന്റെ പാർട്സ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റർ അറേ, കൺട്രോൾ യൂണിറ്റ്. ഇത് മറന്നു പോകരുത് കേട്ടോ. നമുക്ക് ഇപ്പോ കുഴപ്പമുണ്ടാവില്ല. മൈക്രോ കൺട്രോളർ നമ്മൾ പഠിച്ച് എല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പോൾ ഇത് അവിടെയാണോ ഇവിടെയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മൈക്രോ പ്രോസസറിൽ വരുന്ന പാർട്സ് ഏതാണെന്ന് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റർ അറേ ആൻഡ് കൺട്രോൾ യൂണിറ്റ്. അടുത്തത്
അടുത്ത ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് നോക്കാം. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. Arithmetic logic unit, this is the area of microprocessor where various computing functions are performed on data. Arithmetic logic unit എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള കമ്പ്യൂട്ടിംഗ് ഫങ്ഷൻസ് നടക്കുന്നത് എവിടെയാണ്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിലാണ്. ഓക്കെ, സോ കമ്പ്യൂട്ടിംഗ് ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത്, കാൽക്കുലേഷൻസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിലാണ്. ഓക്കെ, പേര് പോലെ തന്നെ ആലോചിച്ച് വയ്ക്കുക, കമ്പ്യൂട്ടിംഗ് ഫങ്ഷൻസ് നടക്കുന്നത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിലാണ്. The ALU unit perform such arithmetic operations such as addition, subtraction, logical operations and or etc. അപ്പോൾ നമ്മുടെ ALU പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻ ആൻഡ് ഓർ എക്സെട്ര. ഓക്കെ, നമ്മുടെ ഗേറ്റിന്റെ എക്സ്പ്രഷൻ ഒക്കെ എന്ത് ചെയ്യും? അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ലോജിക് ഓപ്പറേഷൻസ് ഒക്കെയാണ് ഇവിടെ മേജർ ആയിട്ട് നടക്കുന്ന അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അരിത്മെറ്റിക് ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുക? റിസൾട്ട്സ് ആർ സ്റ്റോർഡ് ഐദർ ഇൻ രജിസ്റ്റേഴ്സ് ഓർ ഇൻ മെമ്മറി. മെമ്മറി, ഒന്നുകിൽ മെമ്മറിയിൽ അല്ലെങ്കിൽ രജിസ്റ്റർ അറേ ഉണ്ടല്ലോ, അവിടെ രജിസ്റ്റേഴ്സിലാണ് എന്ത് ചെയ്യുക? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിന്റെ റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അത് കമ്പ്യൂട്ടിംഗ് ഫംഗ്ഷൻ, വ്യത്യസ്ത തരത്തിലുള്ള വേരിയസ് കമ്പ്യൂട്ടിംഗ് ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ ആണ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ലോജിക് ഓപ്പറേഷൻസ് ആൻഡ് ഓർ, അത്തരത്തിലുള്ള ലോജിക് ഓപ്പറേഷൻസ് ഒക്കെയാണ് നമ്മൾ അരിത്മെറ്റിക് യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തത്? എവിടെ സ്റ്റോർ ചെയ്ത്? രജിസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ മെമ്മറി. രജിസ്റ്റേഴ്സിലോ മെമ്മറിയിലോ ആണ് നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത പാർട്ടാണ് രജിസ്റ്റർ അറേ. രജിസ്റ്റർ അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഒരു അറേ ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് രജിസ്റ്റേഴ്സ് അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത്? രജിസ്റ്റർ അറേ എന്ന് പറയുന്നത്. These registers are primarily used to store data. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്രൈമർലി യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ. നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ടെമ്പറർലി, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ രജിസ്റ്റർ അറേ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസറിൽ രജിസ്റ്റേഴ്സ് അടുക്കി വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ രജിസ്റ്റർ അറേ എന്ന് പറയുന്നത്. ഈ രജിസ്റ്റേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? ടെമ്പററി, താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഈ രജിസ്റ്റർ അറേ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടിയിട്ട് നടക്കുന്ന സമയത്ത്, നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് താൽക്കാലികമായിട്ട് നമ്മളുടെ റിസൾട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? രജിസ്റ്റർ അറേ എന്ന് പറയുന്നത്. Some of these registers are accessible to the user through instruction. അപ്പോൾ ഈ നമുക്ക് ഇതിലുള്ള രജിസ്റ്റേഴ്സ് ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് പ്രോബ്ലം ഇല്ലെങ്കിൽ എന്താണ് എറർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രജിസ്റ്റേഴ്സ് നമുക്ക് യൂസറിന് ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, എല്ലാ രജിസ്റ്റേഴ്സും അല്ല, ചില രജിസ്റ്റേഴ്സ് മാത്രം. ഓക്കെ, അപ്പൊ രജിസ്റ്റർ അറേ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൈക്രോ പ്രോസസറിൽ തന്നെയുള്ള വേരിയസ് രജിസ്റ്റേഴ്സിനെ അടുക്കി വെച്ചിട്ടുള്ള ഒരു അറേ ആണ്. അതുപോലെ തന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടെമ്പററിലി നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. താൽക്കാലികമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? രജിസ്റ്റർ അറേ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചില രജിസ്റ്റേഴ്സ് എന്തായിരിക്കും? യൂസറിന് ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് കണ്ടു, അതുപോലെ രജിസ്റ്റർ അറേ കണ്ടു. അടുത്തതാണ് കൺട്രോൾ യൂണിറ്റ്. Control unit provides the necessary timing and control signals to all operations in the
processor. It controls the flows of data between the microprocessor and memory. കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മളുടെ ഡാറ്റയുടെ ഫ്ലോനെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ഓക്കെ, നമ്മൾ പലതരത്തിലുള്ള സിഗ്നൽസ് കൊടുക്കും. ആ സിഗ്നൽസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? സോറി, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന കൺട്രോൾ സിഗ്നൽസ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെയുള്ള ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ മെമ്മറിയിലുള്ള ഡാറ്റ, മെമ്മറിയിലും അതായത് മൈക്രോ പ്രോസസ്സറിന്റെ പുറത്താണ് ആരുള്ളത്? മെമ്മറി ഉള്ളത്. ഓക്കെ, മൈക്രോ പ്രോസസ്സറിൽ താൽക്കാലികമായിട്ട് നമ്മൾക്ക് രജിസ്റ്റർ അറേയിൽ ഒരു കാര്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മെമ്മറിയിലേക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൺട്രോൾ യൂണിറ്റ് മുഖേന നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. കൺട്രോൾ യൂണിറ്റ് സിഗ്നൽ കൊടുത്താൽ മാത്രമാണ് നമുക്ക് അത് എന്ത് ചെയ്യുക? അവിടെ നിന്നുള്ള ഡാറ്റ നമ്മുടെ മെമ്മറിയിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഡാറ്റ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത്. മൈക്രോ പ്രോസസ്സറിന്റെ മെമ്മറിക്കും ഇടയിലുള്ള ഡാറ്റ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പൊ നമ്മളുടെ മൈക്രോ പ്രോസസ്സറിലുള്ള 3 പാർട്സ് ആണ് ALU, രജിസ്റ്റർ അറേ, കൺട്രോൾ യൂണിറ്റ്. ALU എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ലോജിക് ഓപ്പറേഷൻ, അപ്പൊ മൊത്തം കാൽക്കുലേഷൻ വൈസ് ഉള്ള പാർട്ടാണ് ആര്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് രജിസ്റ്റർ അറേ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ടൈപ്പ് ഡാറ്റയാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്? ടെമ്പററി, താൽക്കാലികമായിട്ട് നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഏരിയ ആണ് രജിസ്റ്റർ അറേ എന്ന് പറയുന്നത്. കൺട്രോൾ യൂണിറ്റ് ആണ് ആരൊക്കെ തമ്മിലുള്ള ഡാറ്റ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാ? കൺട്രോൾ യൂണിറ്റ് മൈക്രോ പ്രോസസ്സറും മെമ്മറിയും. യെസ്, വെരി ഗുഡ്. മൈക്രോ പ്രോസസ്സറും മെമ്മറിയും തമ്മിലുള്ള ഡാറ്റ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് മെമ്മറി. Memory stores such binary informations as instructions and data and provides that information to the microprocessor wherever necessary. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മെമ്മറിയിലാണ്. ഓക്കെ, എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്? ബൈനറി ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. മൈക്രോ പ്രോസസ്സറിന് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നെസസറി അതിന്റെ ആവശ്യാനുസരണം എന്ത് ചെയ്യണം? ഈ ഡാറ്റ മെമ്മറിയിൽ നിന്നും എടുക്കും. To execute programs, the microprocessor read instructions and data from memory and computing operation in its arithmetic logic unit section. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ്, നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും? അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച ശേഷം, ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യും? നമുക്ക് ഏത് ഡാറ്റയാണോ വേണ്ടത് ആ ഡാറ്റേനെ എന്ത് ചെയ്യും? മെമ്മറിയിൽ നിന്ന് എടുക്കും. എന്നിട്ട് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് അവിടെ എന്ത് ചെയ്യും? കാൽക്കുലേഷൻസ്, പെർട്ടിക്കുലർ എന്ത് ഓപ്പറേഷൻ ആണോ പറഞ്ഞത് ആ ഓപ്പറേഷൻ അവിടെ ക്യാരി ഔട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് മെമ്മറി? നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ബൈനറി ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. മൈക്രോ പ്രോസസ്സർ ആവശ്യാനുസരണം ആ ഡാറ്റ എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് ALUയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യും. Results are either transferred to the output section for display or stored in memory for later use. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന, അതായത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക? ഔട്ട്പുട്ട് സെക്ഷനിലേക്കായിരിക്കും ഒന്നുകിൽ ട്രാൻസ്ഫർ ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ മെമ്മറിയിൽ തന്നെ നമ്മൾ പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുക, അവിടെ തന്നെ സ്റ്റോർ ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു മെമ്മറിയിൽ 2 സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഏതൊക്കെ സെക്ഷൻ ആണ് മെമ്മറിയിൽ ഉണ്ടായിരുന്ന 2 ബ്ലോക്ക്? മെമ്മറിയിൽ ഉണ്ടായിരുന്ന 2 ബ്ലോക്ക് ഏതാണ്? റാമും റോമും. ഓക്കെ, അപ്പൊ ഈ 2 സെക്ഷൻസ് ഏതാണെന്ന് നോക്കാം. ROM, it is used to store programs that does not need alteration. മെമ്മറി ഡൗട്ട് ചോദിച്ചോട്ടെ? മെമ്മറി, ഹലോ, പറയൂ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? പറഞ്ഞു.
മെമ്മറിയിൽ പെർമനന്റ് ആയിട്ടാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ക്ലിയർ ആവുന്നില്ല കേട്ടോ. മെമ്മറിയില് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അവിടെ പെർമനന്റ് ആയിട്ടാണോ? അവിടെ പെർമനന്റ് ആയിട്ടാണ്. ഓക്കെ. ഓക്കെ. സോ റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റീഡ് ഓൺലി മെമ്മറി. അവിടെ നമ്മൾ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത് ഓൾട്രേഷൻസ് ആവശ്യമില്ലാത്ത, ഇറ്റ് ഡസൻ നീഡ് ഓൾട്രേഷൻസ്, അത്തരത്തിലുള്ള പ്രോഗ്രാംസിനെ സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത്? റോം എന്ന് പറയുന്നത്. ഓക്കെ. റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യൂസർ മെമ്മറി. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ യൂസർ പ്രോഗ്രാം ആൻഡ് ഡാറ്റ. ഓക്കെ. ഇത് യൂസർ പ്രോഗ്രാംസും ഡാറ്റയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? റാം എന്ന് പറയുന്നത്. ഓക്കെ. റീഡ് റൈറ്റ് മെമ്മറി. ഓക്കെ. റാമും റോമും, അതായത് റീഡ് ഓൺലി മെമ്മറി, റീഡ് റൈറ്റ് മെമ്മറി. നമുക്ക് യൂസറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? റീഡ് റൈറ്റ് മെമ്മറിയാണ്, റാം മെമ്മറിയാണ് കേട്ടോ. ഇനി സിംഗിൾ ബോർഡ് കൺട്രോളർ, ദ മോണിറ്റർ പ്രോഗ്രാം monitors the hex keys and stores those instructions and data in RAM memory. The information stored in this memory can be easily read and altered. ഒരു സിംഗിൾ ബോർഡ് മൈക്രോ കൺട്രോളറില് നമ്മള് ഹെക്സ് കീസ് എന്ന് വെച്ചാൽ എന്താ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ആ, ഓക്കെ. ഇവിടെ നമ്മള് സിംഗിൾ ബോർഡ് കൺട്രോളറില് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്മളുടെ റാം മെമ്മറിയിലാണ്. ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദിസ് മെമ്മറി ക്യാൻ ബി ഈസിലി റീഡ് ആൻഡ് ഓൾട്ടർ. നമുക്ക് ഈസി ആയിട്ട് വായിക്കാനും, റീഡ് റൈറ്റ് മെമ്മറി അല്ലേ, നമുക്ക് ഈസി ആയിട്ട് വായിക്കാനും നമുക്ക് സ്റ്റോർ ചെയ്യാനും നമുക്ക് ഓൾട്ടർ ചെയ്യാനും പറ്റുന്നതാണ് എവിടെ? റാം മെമ്മറി എന്ന് പറയുന്നത്. റോം മെമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അവിടെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് റാം മെമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വായിക്കാനും അതിനെ ഓൾട്ടർ ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ. റോമിൽ സ്റ്റോർ ചെയ്യാൻ, വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഓൾട്ടർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ. അവിടെ റൈറ്റിംഗ് പ്രോസസ് ഇല്ല. ഇവിടെ റൈറ്റിംഗ് പ്രോസസ് ഉള്ളത് റാം മെമ്മറിയിലാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത പാർട്ടാണ് ഔട്ട്പുട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ. നമുക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസിലൂടെയും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പുറത്തേക്ക് കിട്ടുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിവൈസിലൂടെ. ഇറ്റ് ഈസ് എ തേർഡ് കമ്പോണന്റ് ഓഫ് ദ മൈക്രോ പ്രൊസസർ ബേസ്ഡ് സിസ്റ്റം. മൈക്രോ പ്രൊസസറിന്റെ തേർഡ് കമ്പോണന്റ് ആണ്. അപ്പൊ ഓക്കെ, ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്. അതായത് നമ്മളുടെ മൈക്രോ പ്രൊസസറിന് വേണ്ട ഡാറ്റ കൊടുക്കുന്നത് മെമ്മറിയിൽ നിന്നാണ്. നമുക്ക് പുറത്തേക്കുള്ള ഒരു യൂസറിനുള്ള ഒരു ചാനലാണ്, മൈക്രോ പ്രൊസസറുമായിട്ടുള്ള ചാനലാണ് ആരെന്ന് പറയുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അവിടെ നിന്നുള്ള റിസൾട്ട് പുറത്തേക്ക് കിട്ടുന്നത് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലൂടെയാണ്. This include two types of device, input and output. Input and output device are also known as peripherals. Input output device നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? Peripherals. Input. This device such as keyboard switches and A to D converter transfer, digital analog converter transfer binary informations from the outside world to the microprocessor. Input device എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ളതാണ്. കീബോർഡ്, അതുപോലെ തന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഇതൊക്കെ എന്ത് ചെയ്യും? ബൈനറി ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. A microprocessor used in college laboratories includes a hexadecimal keyboard or
കീബോർഡ് ആസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. അപ്പൊ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കീബോർഡ് ആണ് ഏത്? ഈ ഹെക്സാഡെസിമൽ കീബോർഡ്, അതുപോലെ തന്നെ ആക്സൈ കീബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെക്സാഡെസിമൽ കീബോർഡിൽ എന്താ പ്രത്യേകത? ഹെക്സാഡെസിമൽ കീബോർഡിൽ 16 ഡാറ്റ കീസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് 0 to 9, അതുപോലെ തന്നെ A to F വരെ. ഓക്കെ, അവിടെ ഒരു 16 ഡാറ്റ കീസ് ആണ് ഉണ്ടാവുക. ആൻഡ് സം അഡീഷണൽ ഫങ്ഷണൽ കീസ് ടു പെർഫോം സച്ച് ഓപ്പറേഷൻസ് ആസ് സ്റ്റോറിംഗ് ഡാറ്റ ആൻഡ് എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാംസ്. അപ്പൊ നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കാൻ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹെക്സാഡെസിമൽ കീബോർഡും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ആക്സൈ കീബോർഡും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ആക്സൈ കീബോർഡ് എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് ആ കീബോർഡ് ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് മിക്കവാറും ഉള്ള മൈക്രോ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ കാണുന്നതാണ് ആക്സൈ എന്ന് പറയുന്നത് കേട്ടോ. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഹെക്സാഡെസിമൽ കീബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 16 ഡിജിറ്റ് കീസ് ആയിരിക്കും ഉണ്ടാവുക. 0 to 9, A to F ആയിരിക്കും അവിടെയുള്ള കീസ് ഉണ്ടാവുക. അത് കൂടാതെ തന്നെ കുറച്ച് അഡീഷണൽ ഫങ്ഷണൽ കീസും ഉണ്ടാവും. ഡാറ്റ സ്റ്റോർ ചെയ്യാനും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കീസും ഉണ്ടാവും. Okay, the AXI American Standard Code Information Interchange keyboard is found in most microcomputers. കൂടുതൽ മൈക്രോ കമ്പ്യൂട്ടേഴ്സിലും കാണുന്നത് ഏതാണ്? ആക്സൈ ആണ് കാണുന്നത്. അടുത്തത് ഔട്ട്പുട്ട്. ദ ഔട്ട്പുട്ട് ഡിവൈസ് ട്രാൻസ്ഫേഴ്സ് ഡാറ്റ ഫോർ ദ മൈക്രോപ്രൊസസർ ദ ഔട്ട്സൈഡ് വേർഡ്. നമുക്ക് മൈക്രോപ്രൊസസർ പ്രോസസ് ചെയ്തിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത ഇൻഫർമേഷന്റെ ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് ഡിവൈസിലൂടെയാണ്. ഇതിൽ എന്തൊക്കെ പെടും? LED, അതുപോലെ CRT, നമുക്ക് കാഥോഡ് റേ ട്യൂബ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്തിലാ കണ്ടിട്ടുള്ളത്? നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, CRTയിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അവിടെ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് റീഡ് ചെയ്യാൻ പറ്റും. സിഗ്നലുകളുടെ ഒക്കെ ഔട്ട്പുട്ട് റീഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്തത് സിസ്റ്റം ബസ് ആണ്. സിസ്റ്റം ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വയേഴ്സ് ആണ്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ദ പാത്ത് ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് പെരിഫറൽസ്. പെരിഫറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പെരിഫറൽസ് എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസറിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്കും അതുപോലെ മെമ്മറിയിലേക്കും കണക്ട് ചെയ്യുന്ന ആളാണ് ആര്? സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. സിസ്റ്റം ബസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്സ് ആണ് നമ്മൾ മൈക്രോ പ്രോസസറിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ പറയേണ്ടത്. മൈക്രോ പ്രോസസറിന്റെ മെയിൻ പാർട്സ് ആണ് ALU, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, അതുപോലെ രജിസ്റ്റർ അറേ. നമ്മൾ ടെമ്പററിലി മെമ്മറി സ്റ്റോർ ചെയ്യുന്ന, കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള മെമ്മറി സ്റ്റോർ ചെയ്യുന്ന, ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് രജിസ്റ്റർ അറേ എന്ന് പറയുന്നത്. അടുത്ത കൺട്രോൾ യൂണിറ്റ് ആണ്. നമ്മുടെ മെമ്മറിയിൽ നിന്നും, ഔട്ട്സൈഡിലുള്ള മെമ്മറിയിൽ നിന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് സിഗ്നൽ, കൺട്രോൾ യൂണിറ്റിന്റെ സിഗ്നൽസ് അനുസരിച്ചിട്ടാണ് ഡാറ്റ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിലേക്ക് എത്തുക. ഫ്ലോ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഈ 3 പാർട്സ് അടങ്ങിയതാണ് ആര്? മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. ഈ മൈക്രോ പ്രോസസറിന്റെ പുറത്ത് 3 ആൾക്കാരുണ്ട്. ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമുക്ക് യൂസറിലേക്കുള്ള ഒരു ചാനൽ ആണ് എന്ത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ നമ്മൾ പെരിഫറൽസ് എന്ന പേരും കൂടെ വിളിക്കും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് മൈക്രോ പ്രോസസറിനെ കണക്ട് ചെയ്യുന്നത് ആരാ? ആരാ കണക്ട് ചെയ്യും? സിസ്റ്റം ബസ് ആണ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരാളും കൂടിയുണ്ട്, മെമ്മറി. മെമ്മറിയിൽ 2 ടൈപ്പ് ഉണ്ട്, റോം ആൻഡ് റാം. ഇതിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന ആരെയാ? റാമിനെയാണ് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുക. മറ്റേ നമുക്ക് റീഡ് ഓൺലി മെമ്മറിയാണ്, നമുക്ക് ഓൾട്ടറേഷൻസ് ഒന്നും സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് പാർട്സിൽ പറയാനുള്ളത്. അടുത്തത് നമുക്ക് 8085ന്റെ ആർക്കിടെക്ചർ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.